എന്തായാലും അതിനും ഈ രണ്ടിനും കൂടിയിട്ട് 50 lakhs വരുമെന്നാണ് പറഞ്ഞത്. അതുകൂടി നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നത്. നമ്മൾക്ക് പ്രധാനപ്പെട്ട ചികിത്സ ഡയഗ്നോസിസ് ചെയ്യാനുള്ള 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നമ്മൾക്ക് ഒറ്റ വാക്കിൽ നമ്മളോട് പറഞ്ഞപ്പോൾ ഒരു ജാപ്പനീസ് മെഷീൻ, ഒളമ്പസ് എന്ന് പറയുന്ന അദ്ദേഹം പ്രിഫർ ചെയ്ത മെഷീൻ തന്നെ ഒരു മടിയുമില്ലാതെ നമ്മൾക്ക് നൽകി. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ MBCIB സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങളെ സഹായിച്ച ജോയ് അലൂക്കാസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിയങ്കരനായ ശ്രീ ജോയ് അലൂക്കാസ്, ജനറൽ ആശുപത്രിയുടെ സൂപ്രണ്ടന്റ് ഡോക്ടർ ഷാഹിർ ഷാ, ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൻ്റെ പ്രിയങ്കരനായ ഡോക്ടർ, ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ പൗലോസ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആശുപത്രി വികസന സമിതിയുടെ അംഗങ്ങൾ, RMO, ജോയ് അലൂക്കാസ് ഗ്രൂപ്പിൻ്റെ CEO അടക്കമുള്ള മുഴുവൻ അവരുടെ ടീം ജോയ് അലൂക്കാസ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ആശുപത്രിയിലെ ജീവനക്കാരെ, മാധ്യമപ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണിന്ന്. ഏറെ കാലത്തെ ആവശ്യമായിരുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ 11,20,00,000 രൂപ ചെലവഴിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇന്ന് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കാക്കനാടുള്ള എടപ്പള്ളിയിലുള്ള വാക്സിനേഷൻ സെൻറ്ററിൻ്റെ മുകളിലേക്ക് 3 നില, അത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി 6.25 കോടി രൂപ ചെലവഴിച്ച് അവിടെ NHMൻ്റെ പുതിയ ഓഫീസും ആരോഗ്യ കേരളത്തിൻ്റെ ഓഫീസും എല്ലാം ചേർത്ത് അതിൻ്റെ നിർമ്മാണ പദ്ധതികൾ പൂർത്തീകരിച്ചതിൻ്റെ കൈമാറ്റവും ഇന്നിവിടെ നടന്നു. ഞാൻ ജോയ് ചേട്ടനെ ഏറെ നാളായിട്ട് അറിയാവുന്ന ഒരാളാണ്. പ്രതിവർഷം അദ്ദേഹത്തിൻ്റെ 14 രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം, എനിക്ക് തോന്നുന്നു ജോയ് ചേട്ടന് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അറിയുന്നത്. കാരണം ഞാൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ കൂടുതൽ കൈ പൊക്കിയത് സ്ത്രീകളായിരുന്നു. കാരണം സ്വർണവും ഡയമണ്ട്സും വാങ്ങുന്നതും ആ പരസ്യങ്ങളിലും എല്ലാം ആകൃഷ്ടരാകുന്നത് സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ. അപ്പോൾ അദ്ദേഹം 50 കോടി രൂപയാണ് പ്രതിവർഷം അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിൽ നിന്ന് CSR ഫണ്ടിന് വേണ്ടി പ്രതിവർഷം ചെലവഴിക്കുന്നത്. അദ്ദേഹം പ്രത്യേകം എടുത്തൊരു കാര്യം പറഞ്ഞു, അത് മലയാളികൾ തരുന്ന പൈസയല്ല, കൂടുതലും കർണാടകയും തെലുങ്കാനയും ആന്ധ്രയും തമിഴ്നാടും. ഞാൻ ചെന്നൈയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ലണ്ടനിൽ ഈസ്റ്റ് ഹാമിലുണ്ട്. ലോകത്ത് എവിടെ പോയാലും മലയാളിയുടെ ഒരു അഭിമാനം, യശസ് വാനോളം ഉയർത്തുന്ന ഒരു ബിസിനസ് ഓൺടർപ്രണറാണ് ശ്രീ ജോയ് അലൂക്കാസ്. അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുക. കാരണം അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ സ്നേഹം തൃശ്ശൂരിനോടാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ സഹായിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഞങ്ങളെപ്പോഴും പറയും, ഞാൻ അനീഷിനോട് പറയും, ഞങ്ങൾക്ക് എറണാകുളത്തുകാർക്കും കൂടി എന്തെങ്കിലും തരണം. അപ്പോൾ എറണാകുളത്തെ പുതിയ ഷോറൂം, പഴയ ഷോറൂം മാറ്റി പുതിയ ഷോറൂം MG റോഡിൽ സ്ഥാപിച്ചപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരാവശ്യം സുബിൻ വഴിയാണ്, അത് റോട്ടറിയിലെ സുബിൻ വഴിയാണ് പറഞ്ഞതും ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരം. ഞാൻ ഇന്ന് ഒരു 3 രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ജോയ് അലൂക്കാസിൻ്റെ ഫോമിൽ ഒപ്പിട്ടിട്ടാണ് വന്നത് ഇങ്ങോട്ട്. ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള കൺസ്യൂമബിൾസ്, മരുന്നിന് വേണ്ടുന്ന സഹായങ്ങൾ ജനപ്രതിനിധികൾ വഴി, കൗൺസിലർമാർ, MLAമാർ, MP മാർ, അങ്ങനെ ഒരുപാട് ആളുകൾ വഴി നിരന്തരമായി പല മേഖലകളിലേക്ക് തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രോജക്റ്റ്, ഓൾഡ് ഏജ്
ജീഡിയാട്രിക് കെയർ കൊടുക്കുന്ന സ്ഥാപനവും ഡയാലിസിസ് സെൻറ്ററുമായിട്ട് അദ്ദേഹം പുതുതായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാമൂഹ്യ രംഗത്ത് അദ്ദേഹം ഗോൾഡിൻ്റെ ട്രേഡിംഗ് ലോകത്തെമ്പാടും നടത്തുമ്പോൾ അതിൽ അർഹതയുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി കൊടുക്കുകയാണ്. നമ്മൾക്ക് പ്രധാനപ്പെട്ട ചികിത്സ ഡയഗ്നോസിസ് ചെയ്യാനുള്ള 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നമ്മൾക്ക് ഒറ്റ വാക്കിൽ നമ്മളോട് പറഞ്ഞപ്പോൾ ഒരു ജാപ്പനീസ് മെഷീൻ ഒളമ്പസ് എന്ന് പറയുന്ന അദ്ദേഹം പ്രിഫർ ചെയ്ത മെഷീൻ തന്നെ ഒരു മടിയുമില്ലാതെ നമ്മൾക്ക് നൽകി. MLA പറഞ്ഞതുപോലെ അദ്ദേഹം ഞങ്ങൾ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന 1 രൂപയും അത് എല്ലാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തൃശ്ശൂരിൻ്റെ തൊട്ടയൽപ്പക്കമായ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയെ കൂടി അദ്ദേഹം ചേർത്ത് പിടിക്കും ഇനിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വാണിജ്യ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിക്ക് അദ്ദേഹം കൂടുതൽ കരുതലുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിനെ വിശേഷിപ്പിക്കുന്നത് നമ്മൾക്കറിയാം. ഏതാണ് ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഫഹദ് ഫാസിലിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. അത് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ്. താങ്ക് യു സർ. അടുത്തതായി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷമാണ് വരുന്നത്. നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ജോയ് ആലുക്കാസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ജോയ് ആലുക്കാസ് അവരുകളാണ്. എ സിംബിൾ ഓഫ് ട്രസ്റ്റ് ആൻഡ് എക്സലൻസ് ഇൻ ജ്വല്ലറി സിൻസ് 1987. ഇന്ത്യയിലെ മികച്ച സ്വയം നിർമ്മിത സംരംഭകരിൽ ഒരാൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ജ്വല്ലറി റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായ ജോയ് ആലുക്കാസിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ജോയ് ആലുക്കാസ്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് എന്ന 12 രാജ്യങ്ങളിൽ 190-ൽ പരം ഷോറൂമുകളിലായി ഇന്ന് യാത്ര തുടരുന്നു. അദ്ദേഹത്തെ അത്യധികം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുകയാണ്. ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിലേക്കുള്ള 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളുടെ കൈമാറ്റ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മെഡിക്കൽ സ്റ്റുഡൻസ്, ഡോക്ടേഴ്സ്, പത്രപ്രവർത്തകർ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനങ്ങനെ സംസാരിക്കാൻ അങ്ങനെ കഴിവുള്ള ഒരാളൊന്നുമല്ല. എൻ്റെ അടുത്ത് MP IB ഈഡൻ ഇങ്ങനൊരു കാര്യത്തെ പറ്റി സംസാരിച്ചു. ഇങ്ങനെ ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ ഒരു എക്യുപ്മെൻ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ CSRൽ നിന്ന് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ, നിങ്ങളുടെ സൂപ്രണ്ട് സംസാരിക്കേണ്ട, ഈ ഒരു എക്യുപ്മെൻ്റ് കൊണ്ട് മുഴുവൻ കാര്യം നടക്കില്ല, ഞങ്ങൾക്ക് ഒരു എൻഡോസ്കോപ്പിയോ കൊറോണോസ്കോപ്പി ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റിൻ്റെ കൂടി ആവശ്യമുണ്ട്, എന്നാലും ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് മതി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 2 എണ്ണമായാലും കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ആവാമെന്ന് പറഞ്ഞപ്പോൾ 2 എണ്ണമായി. എന്തായാലും അതിനും ഈ 2നും കൂടിയിട്ട് ഒരു 50 lakhs വരുമെന്നാണ് പറഞ്ഞത്. അതുകൂടി നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നുണ്ട്. ഞങ്ങളുടെ CSR പ്രോഗ്രാമിൽ ഈ 4-ാം തീയതി വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഞങ്ങൾ 1000 പേർക്ക് ധനസഹായം ചെയ്യുന്നുണ്ട്. ക്യാൻസർ രോഗികളായിട്ടുള്ള 1000 പേർക്ക്. തൃശ്ശൂർ ചെന്ന ഫംഗ്ഷൻ നടക്കുന്നത്. ഞങ്ങൾ CSRൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ പുതിയ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ അടുത്ത് തന്നെ എൻ്റെ പ്രോപ്പർട്ടി പർച്ചേസ് കഴിയും. CSRൻ്റെ പേരിൽ തന്നെ ക്യാൻസർ ഹോസ്പിറ്റൽ ഇൻ തൃശ്ശൂർ. തൃശ്ശൂരാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ ഓഫീസ് തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് മാറി. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ട്രാഫിക്കൊക്കെ കാരണം കൊച്ചിയിലേക്ക് തിരിച്ചു വരാണ്.
അപ്പം ഞാൻ ഈ നാട്ടുകാരനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പണം CSRലുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ ക്യാൻസർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. കുട്ടികളുടെ ഒരു ഹോസ്പിറ്റൽ തൃശ്ശൂരൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും പോകണമെങ്കിൽ ട്രിവാൻഡ്രം പോകണം. വെരി എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂർ തന്നെയുള്ള അമല ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴേ ബങ്കറോ ഒന്നും പണിയുണ്ട്, കുറച്ചൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം തൊട്ടടുത്താവുമ്പോൾ. ഫ്യൂച്ചറിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു ക്യാൻസർ ഹോസ്പിറ്റലായിട്ട് വരും. എന്തായാലും ഈ വർഷം തന്നെ എൻ്റെ തറക്കല്ലിടാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എന്നെ പറ്റിയിട്ട് വളരെ വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവിടെ എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു. മുഖ്യാതിഥിയായ ശ്രീ ജോയ് ആലുക്കാസ് അവരുടെ പൊന്നാട അണിയിക്കുന്നത് ബഹുമാനപ്പെട്ട MP